ശുഭദിനം സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. കോപ്പ അമേരിക്ക ഫൈനൽ ആവാറായി. ലയണൽ മെസ്സിയുടെ അർജൻറ്റീന ഫൈനൽ കളിക്കുകയാണ്. എൻ്റെ രാജാവിനോ ഒന്നും നേടാനായില്ല. പുള്ളിക്കാരൻ കഴിഞ്ഞ വേൾഡ് കപ്പും ഈ യൂറോ കപ്പും കരഞ്ഞുകൊണ്ട് പടിയിറങ്ങുന്നത് കാണേണ്ടി വന്നു. ഇനി എനിക്കറിയില്ല പുള്ളിക്കാരൻ 2026 വേൾഡ് കപ്പ് കളിക്കുമോ എന്ന്. കളിച്ചാൽ തന്നെ പുള്ളിക്കാരനോട് ഒരു ആത്മാർത്ഥതയും സ്നേഹവും ഇല്ലാത്ത പോർച്ചുഗൽ പ്ലെയേഴ്സ് ചുറ്റും നിൽക്കുമ്പോൾ പുള്ളിക്കാരനെ വേൾഡ് കപ്പ് നേടി പടിയിറക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ അതല്ല മെസ്സിയുടെ അവസ്ഥ. മെസ്സി അർജൻറ്റീനിയൻ പ്ലെയേഴ്സ് മെസ്സിയെ രാജാവായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. മെസ്സിക്കെങ്കിലും നേടി പടിയിറങ്ങാനാവട്ടെ, ഒന്നോ അതിലധികമോ ട്രോഫികളൊക്കെ നേടി പടിയിറങ്ങാനാവട്ടെ. ഇനി എനിക്ക് അവരുടെ പേരിൽ ഫാൻ ഫൈറ്റ് നടത്തുന്നവരോട് പറയാൻ ഒന്നേ ഉള്ളൂ, ഇനി വേണോ? ഇനി അവരെത്ര കാലം, എത്ര ദിവസം എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. അത്രയ്ക്കും ചുരുങ്ങിയ കാലമേ ഇനി അവർ ഫുട്ബോൾ കളിക്കുകയുള്ളൂ. അവരുടെ പഴയ മാസ്മരികതയൊന്നും ഇപ്പോൾ അവരുടെ ഫുട്ബോളിൽ ഇല്ലേനും. റൊണാൾഡോ ഒക്കെ 2008 കളിച്ചിരുന്ന ആ ഡ്രിബ്ലിങ്, വാട്ട് എ പെർഫോമൻസ് ആയിരുന്നു. അതൊന്നും കണ്ടിട്ടേ ഇല്ല പിന്നീട്. അതായത് ഒരു പക്ഷേ 2014 പുള്ളിക്കാരൻ്റെ ആ മേജർ ഇഞ്ചറിക്ക് ശേഷമായിരിക്കാം പുള്ളിക്കാരൻ ജസ്റ്റ് സ്ട്രൈക്കർ എന്ന നിലയിൽ ഒതുങ്ങിപ്പോയത്. അതിനു മുമ്പ് നമ്മൾ അറിയാലോ, ഏറ്റവും കൂടുതൽ ഡ്രിബിൾ കംപ്ലീറ്റ് ചെയ്തത് മെസ്സിയല്ല, യുണൈറ്റഡിലെ റൊണാൾഡോയാണ്. പുള്ളിക്കാരൻ ആ പന്തും കൊണ്ട് പോണത് കാണാനൊരു ഭംഗിയായിരുന്നു, മനസ്സിലായില്ലേ? വേറെ ലെവലായിരുന്നു. ആ ലോങ് റേഞ്ച് ഷോട്ട്, ഗോളുകൾ, അതൊന്നും ഇനി നമുക്ക് കാണാൻ സാധിക്കില്ല. അതേപോലെ മെസ്സിയുടെ പഴയ ഡ്രിബ്ലിങ്സും അതൊന്നും ഇനി കാണാൻ പറ്റില്ല. ആ കർവിങ് ഫ്രീ കിക്സും ഇതൊക്കെ എനിക്കറിയില്ല ഇനി എത്ര കണ്ട് കാണാൻ സാധിക്കും നമുക്ക് എന്നുള്ളത്. പ്രായമായി നമ്മുടെ ലെജൻഡുകൾക്ക്, പ്രായമായി. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. കാരണം എൻ്റെയൊക്കെ കൗമാരം തൊട്ട്, അതായത് ഒരു 2007 തൊട്ടിട്ട് അവർ തമ്മിലുള്ള യുദ്ധം, 2007 കക്കയാണ് തിളങ്ങി നിൽക്കുന്നത്, 2008 അപ്പോൾ 2006 വേൾഡ് കപ്പ്, കക്കയൊക്കെയാണ് ആ ടൈമിൽ. പക്ഷേ 2008 തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു 2007 ബാലൻഡിയോറാണ് തോന്നുന്നു. ഒന്നാം സ്ഥാനത്ത് വന്നത് കക്കയും, രണ്ടാമത് വന്നത് മെസ്സിയും, മൂന്നാമത് വന്നത് റൊണാൾഡോയുമാണ്. അപ്പോൾ തൊട്ടടുത്ത വർഷം തൊട്ടിട്ട് റൊണാൾഡോ അത് പിടിച്ചെടുത്തു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അവരുടെ യുദ്ധമായിരുന്നു. ഒരു 10-12 കൊല്ലം അവർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഇപ്പോൾ ഈ വർഷം മറ്റേ ബാലൻഡിയോറിന് വേണ്ടി മത്സരിക്കുന്ന എർലിംഗ് ഹാലൻഡ് ആയിക്കോട്ടെ, എംബാപ്പെ ആയിക്കോട്ടെ, വിനീഷ്യസ് ആയിക്കോട്ടെ, ജൂഡ് ബെലിഹം ആയിക്കോട്ടെ, ഹാരി കെയ്ൻ ആയിക്കോട്ടെ, ഇവരൊക്കെ 40ൻ്റെ ഉള്ളിൽ ഗോൾ പ്ലസ് അസിസ്റ്റ് ആയിട്ടാണ് ഇതിനു വേണ്ടി മത്സരിക്കുന്നത്. പക്ഷെ ഒരു ദശാബ്ദക്കാലം മെസ്സിയും റൊണാൾഡോയും ഇതിനു വേണ്ടി മത്സരിച്ചത് 50+70 ഗോൾ അടിച്ചിട്ടും പ്ലസ് അതിൻ്റെ അസിസ്റ്റ് കാര്യങ്ങളൊക്കെ നേടിയിട്ടാണ്. അപ്പോഴാണ് അവരെ മഹാത്മ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ ഗ്രേറ്റ് പ്ലെയേഴ്സാണ്. ഇപ്പോൾ ഉള്ളവർ പോലും അവരായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവരെ പ്രൈമിലെ പ്രകടനവും ഇപ്പോഴുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ നടത്തുന്ന പ്രൈമിലെ പ്രകടനവും തമ്മിൽ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അവർ ബാലൻഡിയോറിന് വേണ്ടി മത്സരിച്ചത് 50-ലധികം ഗോൾ ശ്രമങ്ങൾ കൊണ്ടാണ്. ഇവർ 20+10 30 ഏറിപ്പോയ 40ൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇവർ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മത്സരമാണോ? അതായിരുന്നു മത്സരം. അവരുടെ കാലഘട്ടം, നമ്മുടെ കൗമാരം, അതായത് ഒരു 90s കിഡിൻ്റെ കൗമാരം തൊട്ട് ഇപ്പോൾ ഏകദേശം നമ്മളൊക്കെ യൗവനം കഴിയുന്നൊരു സ്റ്റേജിലോട്ടിട്ട് ഈ ഒരു സ്റ്റേജ് വരെ നമ്മുടെ ജീവിതം, ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരെ എല്ലാവരെയും ജീവിതം മനോഹരമാക്കി തന്നവരാണ് അവർ രണ്ടുപേരും. ഞാൻ റൊണാൾഡോ ഫാനാണ്. അതുകൊണ്ട് ഈ ഒരു ഇതിൽ ഞാൻ കൂടുതൽ ഒരു പക്ഷേ റൊണാൾഡോനെ കുറിച്ചിട്ടായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. കാരണം എനിക്ക് മെസ്സിനെക്കാളും ഇഷ്ടം റൊണാൾഡോ ആണല്ലോ. പക്ഷേ ഞാൻ പറയുന്നത്, മെസ്സിയും ലെജൻഡ് തന്നെയാണ്. ഒരു പക്ഷേ അവർ ഇത്രയും പ്രകടനം നടത്തില്ലായിരുന്നു. കാരണം അവർ പരസ്പരം മത്സരിക്കാനുണ്ടായിരുന്നുകൊണ്ടാണ്. തനിക്കൊരു എതിരാളി ഉണ്ട് എന്നുള്ള തോന്നലുണ്ടാകുമ്പോഴേ നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തു വരുള്ളൂ. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാളികളായിരുന്നു. ആ ഒരു ടൈമിൽ എൽ ക്ലാസിക്കോടെ വീറും വാശിയും നിങ്ങൾ ആലോചിച്ച് നോക്കി. ബാഴ്സ റയൽ മാഡ്രിഡ് മത്സരം എന്ന് പറഞ്ഞാൽ പീക്കാണ്. റൊണാൾഡോയും മെസ്സിയും ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഇനി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് നിന്നിട്ടൊരു മത്സരം കാണാൻ പറ്റുമോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ പോർച്ചുഗൽ പ്ലെയേഴ്സ് വിചാരിച്ചിരുന്നെങ്കിൽ വേൾഡ് കപ്പ്, അതായത് 2022 വേൾഡ് കപ്പ് ഫൈനലിൽ പോർച്ചുഗലും അർജൻറ്റീനയും ഓപ്പോസിറ്റ് വരണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു തീപാറും പോരാട്ടം ആവേണ്ടിയായിരുന്നു. കാരണം മെസ്സിക്ക് വേണ്ടി അർജൻറ്റീനയിലെ പിള്ളേരും റൊണാൾഡോയ്ക്ക് വേണ്ടി, പക്ഷേ റൊണാൾഡോയ്ക്ക് വേണ്ടി പോർച്ചുഗൽ പ്ലെയേഴ്സ് ഒന്നും ഇടുന്നില്ല. മെസ്സിനെ രാജാവായിട്ടാണ് കാണുന്നത്. ഇവിടെ രാജാവാവേണ്ട, അവരൊരു ഭടനായിട്ടെങ്കിലും കണ്ടിരുന്നെങ്കിൽ. കാരണം സിനദിൻ സിദാൻ പാസ് ടു റൊണാൾഡോ എന്നൊരൊറ്റ മുദ്രാവാക്യത്തിലൂടെ അടുപ്പിച്ചെടുത്തത് 3 UCL. 3 UCL നിന്ന നിപ്പിൽ തൂക്കി. മനസ്സിലാവുന്നില്ല പിള്ളേർക്കൊന്നും. കാരണം
ഇപ്പോഴും ഏതൊക്കെയോ പ്ലെയേഴ്സ് പറയുന്നത് കേട്ടു, റൊണാൾഡോ ഇല്ലെങ്കിൽ പോർച്ചുഗലിന് ഒരു കുഴപ്പമില്ല. പക്ഷേ റൊണാൾഡോ ഇല്ലെങ്കിൽ പോർച്ചുഗൽ ഇല്ല. പോർച്ചുഗൽ എന്ന സാമ്രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തിയ മനുഷ്യനാണ്. ഈവൻ ഇനിയും റൊണാൾഡോ റിട്ടയർ ചെയ്താൽ പോലും നമ്മൾ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യും, ബിക്കോസ് ഓഫ് റൊണാൾഡോ. അല്ലാതെ അവരിലാരിലും ഒരു പ്രത്യേകതയില്ല. സോ എനിക്ക് ഞാൻ ഇപ്പോൾ അധികം ഒരുപാട് റൊണാൾഡോനെ കുറിച്ച് സംസാരിച്ചു, കാരണം ഞാൻ പുള്ളിക്കാരൻ്റെ ഫാൻ ആയതുകൊണ്ടാണ് അത് സംഭവിച്ചത്. മെസ്സി ഫാൻസുകാരോട് ക്ഷമ ചോദിക്കുന്നു. മെസ്സി ഈ കോപ്പ അടിച്ചോട്ടെ, കാരണം അവർ ലെജൻസാണ്. മാക്സിമം നേടിയിട്ട് അവർക്ക് പടിയിറങ്ങാൻ സാധിക്കട്ടെ. ഇനി നമുക്ക് ഒരുപാട് കാലം അവരെ കളികൾ കാണാൻ സാധിക്കില്ല. ദയവ് ചെയ്ത് എല്ലാവരോടും എനിക്കുള്ള അഭ്യർത്ഥന, ഇനിയെങ്കിലും മെസ്സി റൊണാൾഡോ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാതിരിക്കുക. മാക്സിമം കാലം അവരെ കളി കാണുക, ആസ്വദിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഒന്നാമത് അവരെ പഴയ കളി മികവ് നമുക്ക് കാണാൻ സാധിക്കില്ല, ഉള്ളത് അവരെയെങ്കിലും ആ സ്ക്രീനിൽ കണ്ട് നമുക്ക് നിർവൃത്തി അടയാം. ദയവ് ചെയ്ത് ഇനി അവർക്ക് വേണ്ടി വഴക്കുണ്ടാക്കാതിരിക്കുക. നന്ദി.